ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റമദാനൊക്കെ അല്ലേ, എന്നും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് വീട്ടിലുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടത് നമുക്ക് ആദ്യം ചെറുപഴമാണ് കേട്ടോ. ചെറുപഴമൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാൽ അത് പറ്റ കറുത്ത് പോകുമ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ. ആ സമയത്തൊക്കെ ഈ സ്നാക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഇത് അത്രയ്ക്ക് പഴുത്തു പോയതല്ലെങ്കിൽ കൂടി ഇതിനേക്കാളും കറുപ്പായിട്ടുള്ള പഴമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 8-9 ചെറുപഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ ചെറുതായതുകൊണ്ടാണ് അത്ര എണ്ണം എടുത്തത്. ഇനി വലുതൊക്കെ ആണെങ്കിൽ ഒരു 2-3-4 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ ഇതൊരു ബൗളിലോട്ട് ഇട്ടിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്കൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്മാഷറൊക്കെ വെച്ചിട്ടോ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. നല്ല പോലെ ചെറിയ ചെറിയ കട്ടകളൊക്കെ വേണം, എന്നാൽ അധികം വേണ്ടതാനും. ആ രീതിയിലൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം അതിലോട്ട് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദക്ക് പകരം വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. മധുരം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആ പഴത്തിൻ്റെ മധുരം തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ അഡീഷണൽ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2-3 പിഞ്ച് ഉപ്പും കൂടെ ഒന്ന് മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള 1 കപ്പ് മൈദക്ക് 1 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് പറ്റ ലൂസായിട്ട് വേണ്ട. ഈ മാവ് നമുക്ക് ഏകദേശം പൊക്കവടൻ്റെ ഒക്കെ ഒരു മാവിൻ്റെ പരുവത്തിലാണ് നമുക്കിതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇരിക്കേണ്ടത് കേട്ടോ. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഫോർക്കിൽ നിന്നും അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് കോരിയിട്ട് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഓരോ ചെറിയ ചെറിയ ബോളായിട്ട് വീഴുന്ന തരത്തിൽ വേണം നമ്മളിതൊന്ന് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിത് ഫെർമെൻറ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, നേരെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലൊന്ന് ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. ഇത് പെട്ടെന്ന് കുക്കായി വരാൻ, ഫ്രൈ ആയിട്ട് വരാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരും, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മാത്രമല്ല ഇത് പെട്ടെന്ന് ബ്രൗൺ കളറായിട്ട് അങ്ങ് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മളും ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയം കൊണ്ട് തന്നെ ആദ്യം ഇട്ടത് നന്നായിട്ട് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നല്ല പോലെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ. ഇപ്പം ഞാനെല്ലാം ഒരു ബാച്ച് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നല്ല പോലെ 2 ഭാഗവും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രിസ്പി ആക്കി എടുക്കണം കേട്ടോ. നല്ലൊരു യെല്ലോ ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ആദ്യം ഇട്ട ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറൊക്കെ ആവുന്ന സമയത്ത് നമ്മളിത് കോരി മാറ്റണം. ഒരുപാട് അങ്ങോട്ട് കറുത്ത് പോകുകയും വേണ്ട കേട്ടോ. ഇതാണ് കറക്റ്റ് ഒരു പരുവം എന്ന് പറയുന്നത്. ഇനി അടുത്ത ബാച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനും വലിയ പാടൊന്നുമില്ല കേട്ടോ. നമ്മൾ കറക്റ്റ് ആ കൺസിസ്റ്റൻസിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് നമ്മളിങ്ങനെ കോരി ഒഴിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ച് ഏകദേശം നമ്മൾ ഇത്രത്തോളം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, മാത്രമല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാൻ. അധികം ക്രിസ്പിനെസ് ഇതിനുണ്ടാവില്ല, പക്ഷെ നല്ല സോഫ്റ്റായിട്ട് നല്ല ചെറിയൊരു മധുരമൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ പഞ്ചസാര അഡീഷണലായിട്ട് ചേർക്കേണ്ടവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ പഴം നല്ല മധുരമുള്ളതാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് കേട്ടോ. വായിലിട്ട് അങ്ങനെ അലിഞ്ഞു പോണ ആ ഒരു ടൈപ്പ് സ്നാക്സ് തന്നെയാണത്. അപ്പോൾ ഇതുവരെ ഒന്ന് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. എപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാവുന്ന സാധനം തന്നെയാണ്, കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഇനി ഒന്നുമില്ലാത്ത സമയങ്ങളിൽ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഇനി ഇഫ്താറിനാണെങ്കിലും നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ. ഞങ്ങളുടെ നോമ്പിൻ്റെ കാലത്തൊക്കെ ഇത് കൂടുതലായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്തേക്കണേ. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കണേ. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.